ഫവസെ ഷാജൻ സ്കറിയയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പോസ്റ്റുണ്ട്. മാത്യു കുഴൽനാടനും എം വിൻസെന്റും ക്രിസ്ത്യാനികളായതിനാൽ മന്ത്രിയായില്ല. അൻവർ സാദത്തും ഷാനിമോൾ ഉസ്മാനും മുസ്ലിം ആയതുകൊണ്ട് മന്ത്രിയായില്ല. വി ടി ബൽറാം സവർണ ഹിന്ദു ആയതുകൊണ്ട് മന്ത്രിയായില്ല. വി പി സജീന്ദ്രൻ ദളിതനായതുകൊണ്ട് മന്ത്രിയായില്ല. ഒ ജെ ജനീഷ് ഈഴവനായതുകൊണ്ട് മാത്രം മന്ത്രിയായി. ഇവരുടെയൊക്കെ ജാതി മതം മറ്റൊന്നായിരുന്നുവെങ്കിൽ സ്ഥിതി മറിച്ചാവുമായിരുന്നു. മതേതര പരിഷ്കൃത സമൂഹം എന്ന് സ്വയം അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെയാണ് എന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഷാജൻ സ്കറിയ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വന്നത്. പക്ഷേ അദ്ദേഹം ഈ കണക്ക് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇങ്ങനെ ഒരു ജാതി തിരിച്ചൊക്കെ സീറ്റ് കൊടുക്കാനും മന്ത്രിമാരാക്കാനും പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും 102 മന്ത്രിമാരും അല്ലെങ്കിൽ 140 മണ്ഡലങ്ങളിൽ മന്ത്രിമാരെ കൊടുക്കേണ്ട അവസ്ഥയൊക്കെ വന്നേക്കും. എന്തായാലും ഇവിടെ ടി പി സെൻകുമാർ ഇപ്പോൾ ഇതിനൊരു മറുപടിയായിട്ട് മുൻ ഐ ജി ടി പി സെൻകുമാർ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ആ പോസ്റ്റിൻ്റെ താഴെ തന്നെ അദ്ദേഹം കൊടുത്ത കമൻറ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ടി പി സെൻകുമാറിൻ്റെ കമൻറ്റ് ഇങ്ങനെയാണ്, ഇതിന് മറുപടിയായിട്ട് കൊടുത്തിരിക്കുന്ന കമൻറ്റ് ഇങ്ങനെയാണ്: അതെ, 25% മാത്രമുള്ള ഈഴവർക്കും മറ്റ് ഒ ബി സികൾക്കും 3 മന്ത്രിയും, അതായത് ആകെ 32%. 18% ക്രിസ്ത്യൻസിന് 6 മന്ത്രിയും. നല്ല ബാലൻസിങ്. ഈ ഒരൊറ്റ മറുപടിയിൽ കൂടെ ഷാജൻ സ്കറിയയ്ക്ക് ഈ പോസ്റ്റിനുള്ള വലിയൊരു മറുപടി തന്നെയാണ് ടി പി സെൻകുമാർ ഒരു വെല്ലുവിളി പോലെ തന്നെ കണക്കുകൾ നിരത്തിക്കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ എന്താണ് ഫവാസെ പറയാനുള്ളത്? ഒന്ന്, നമ്മൾ മഞ്ഞപ്പത്രം എന്നൊക്കെ പറയാറില്ലേ, എനിക്ക് പലപ്പോഴും തോന്നുന്നു ഷാജൻ സ്കറിയ എല്ലാ അതിർവരമ്പുകളും കടന്നെങ്ങാണ്ട് എങ്ങനെയൊക്കെ ഒരു പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അതിന് അങ്ങേ തലത്ത് പോയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിണറായി വിജയൻ്റെ കാലത്ത് പലവട്ടം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ ഒന്നാമത് ആളുടെ കുത്തിത്തിരിപ്പ് തന്നെയാണ്. ഒരു സോഷ്യൽ മീഡിയ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചാനൽ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും എന്താ പറയുക, ജേർണലിസ്റ്റാണ്. എല്ലാവരും മോജോ എന്ന് പറയുന്നത് മൊബൈൽ ജേർണലിസ്റ്റാണ് എല്ലാവരും. അപ്പം എനിക്ക് എൻ്റേതായ മൊബൈലുണ്ട്. എനിക്ക് അതേപോലെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെ വേണമെങ്കിലും എക്സിലോ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. അപ്പം ഇക്കാലത്ത് എല്ലാവരും ജേർണലിസ്റ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ മാധ്യമം തന്നെയാണ് ഷാജൻ സ്കറിയ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിൽ ആൾക്കാരെ മതങ്ങളുടെ പേര് പറഞ്ഞും ജാതീയത പേര് പറഞ്ഞും പലതരത്തിൽ എങ്ങനെയൊക്കെ ഒരു ഗവൺമെൻറ് ഇല്ലാണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഷാജൻ സ്കറിയ എല്ലാ കാലത്തും പോകാറുള്ളത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിംസിൻ്റെ കണക്കെടുത്താൽ ഏകദേശം 28% വരുന്നത് 24 മുതൽ 28% വരുന്നത് മുസ്ലിംസാണ്. 18% വരുന്നത് ക്രിസ്ത്യൻസാണ്. അതേപോലെ തന്നെ ബാക്കി 50% വരുന്നത് ഈ പറഞ്ഞ പോലെ ഹിന്ദുസാണ്. ഇതിൽ തന്നെ ഏകദേശം 40% വരുന്നത് ഈഴവരാണ്. ഏകദേശം 80 ലക്ഷത്തിന് മുകളിൽ വരുന്നത് ഈ പറഞ്ഞ പോലെ നായർ കമ്മ്യൂണിറ്റി, അതായത് ഹയർ ക്ലാസ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇത്തരത്തിലെ എല്ലാ ജാതി സമവാക്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 102 മണ്ഡലങ്ങളിലെ മന്ത്രിമാരെ കൊടുക്കേണ്ടി വരും. ഇപ്പം 21 മന്ത്രി എന്നുള്ളതൊക്കെ വെട്ടിയിട്ട് ഷാജൻ സ്കറിയക്ക് പ്രത്യേകം ഒരു പരിഗണന കൊടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു അമെൻമെൻറ്റ്, ഭരണഘടനയിലെ അമെൻമെൻറ്റൊക്കെ വരുത്തിങ്ങാണ്ട് പ്രത്യേകം ഷാജൻ സ്കറിയെന്ന് ക്ലോസ് ഒക്കെ ഇട്ടുങ്ങാണ്ട് അതിലൊരു പ്രത്യേക പരിഗണന കൊടുത്തുങ്ങാണ്ട് ഈ എത്ര മന്ത്രിസഭകളുണ്ടോ അല്ലെങ്കിൽ എത്ര നിയോജക മണ്ഡലമുണ്ടോ എല്ലാവരും പിടിച്ചിങ്ങാണ്ട് ഓരോ മന്ത്രിയാക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ബ്രാക്കറ്റിൽ ഇപ്പോൾ ഞാൻ ഏത് മണ്ഡലക്കാരനാണ് ആ മണ്ഡലത്തിൻ്റെ പേരും കൂടി എഴുതിയിട്ട് ഒരു എന്താ പറയുക മന്ത്രിസഭ എല്ലാവർക്കും ഇട്ടുകൊടുക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ഷാജൻ സ്കറിയ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് പ്രത്യേകം സൂക്ഷിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഇത്രയേറെ എന്താ പറയുക ഡൈവേഴ്സിറ്റി ഉള്ള ഒരു നാട്ടിലാണ്. ഇപ്പം ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, അതിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. സുന്നീസ് ഉണ്ട്, മുജാഹിദ് വിഭാഗമുണ്ട്, ജമാഅത്തുകാരുണ്ട്. അപ്പം ഹിന്ദുക്കളിൽ തന്നെ ഒരുപാട് കാസ്റ്റ് വരുന്നുണ്ട്, സബ് കാസ്റ്റ് വരുന്നുണ്ട്. അപ്പം ക്രിസ്ത്യൻസിൽ ലാറ്റിൻ കത്തോലിക്കക്കാരുണ്ട്, ആർ സിക്കാരുണ്ട്, യാക്കോബായ ഉണ്ട്, റോമൻ കത്തോലിക്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വർഗീയത പറയുമ്പം അല്ലെങ്കിൽ ആൾക്കാർക്കിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ എപ്പോഴും ഒന്ന് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എപ്പോഴും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഉറപ്പായിട്ടും ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ നമ്മൾ വില കുറച്ച് കാണുന്ന കൂട്ടത്തിലല്ല ഞാൻ എന്തായാലും. പക്ഷേ അദ്ദേഹം ഈ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം ഇടുന്ന പോസ്റ്റുകൾ അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പലതും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുമുണ്ട്. പൂർണ്ണമായിട്ടും എല്ലാത്തിനോടും പണ്ടും യോജിച്ചിട്ടില്ല, യോജിപ്പുള്ള കാര്യങ്ങളുമുണ്ട്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇപ്പോൾ സത്യപ്രതിജ്ഞാ സമയം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ആദ്യം പങ്കുവച്ചൊരു പോസ്റ്റ് അദ്ദേഹത്തിന് പാസ് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും ബാക്കിലുള്ളൊരു പാസ്സാണ് കൊടുത്തത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരെ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം പുറത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങാൻ മാത്രമേ അദ്ദേഹത്തിന് സഹായിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് പാസ് കിട്ടിയില്ല എന്നുള്ളതും പിന്നീട് അതിന് ശേഷം വന്ന റിനിയാൻ ജോർജ് ഉൾപ്പെടെയുള്ളവർക്ക് പാസ് കിട്ടിയതും അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം പോസ്റ്റിലൂടെ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം വേറൊരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 5 ദിവസം മുന്നേ ആയിട്ട്.
38 MLA-മാരുള്ള കോൺഗ്രസിന് 10 മന്ത്രിമാരും 20 MLA-മാരുള്ള ലീഗിന് 4 മന്ത്രിമാരും. ഇതൊട്ടും യുക്തിക്ക് നിരക്കാത്തത് കൊണ്ടാണ് 2011 5-ാം മന്ത്രിസ്ഥാനം ലീഗിന് കൊടുത്തത്. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ്. 63 MLA-മാരുള്ള കോൺഗ്രസിന് 10 മന്ത്രിമാരും 22 MLA-മാരുള്ള ലീഗിന് 5 മന്ത്രിമാരും. ഇത് സാമാന്യ മര്യാദയല്ല. അങ്ങനെയെങ്കിൽ 7 MLA-മാരുള്ള ജോസഫിന് എന്തുകൊണ്ട് 2 മന്ത്രിമാരെ നൽകുന്നില്ല? അതും പുതിയൊരു അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു കണക്കാണ്. അല്ല, ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. ലീഗ് എത്ര സീറ്റിൽ മത്സരിച്ചു എന്നുള്ളത്. ലീഗ് ഏകദേശം 27 സീറ്റിൽ മത്സരിക്കുന്നു, 22 സീറ്റുമായിട്ട്. കഴിഞ്ഞ മന്ത്രിസഭ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ UDF സർക്കാർ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് വേണ്ടിയിട്ട് വരെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന പാർട്ടിയാണ് ലീഗ്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്ക് ഏകദേശം 17 മുതൽ 16 MLA-മാർ ലീഗിന് ഒറ്റയ്ക്കുണ്ട്. അപ്പം ബാക്കി വരുന്ന എല്ലാവരും പാടെ കൂട്ടിയിട്ട് 41 തയ്ക്കാൻ കാലത്ത് UDF-ന് പറ്റുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും അവർക്ക് പ്രതിപക്ഷ സ്ഥാനത്തിലെ ക്ലെയിം വരെ അവർക്ക് ചെയ്യാമായിരുന്നു, പക്ഷേ അവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 27 22 MLA-മാർ അവർക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്ട്രൈക്ക് റേറ്റ് കൊണ്ട് മാത്രമാണ്, അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ്, അവരുടെ വിജയത്തിൻ്റെ പവർ കൊണ്ട് മാത്രമാണ്. ഇപ്പം കോൺഗ്രസിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ മന്ത്രിസ്ഥാനം എടുത്തു കൊടുക്കാൻ പറ്റുമോ? ആ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ കോൺഗ്രസിന് 63 MLA-മാരിൽ 12 പേര് മന്ത്രിയാണ്, ഒരാൾ സ്പീക്കറാണ്. അതിനുശേഷം വരുന്ന ഒരു 8 MLA-മാർക്ക് ഒരു മന്ത്രി, 4 മുതൽ 8 മന്ത്രിമാർക്ക് ഒരു മന്ത്രി സ്പീക്കർ. ലീഗ് 22 MLA-മാർക്ക് 5 മന്ത്രി. അത് 4.4 എന്നുള്ള രീതിയിൽ വരും. അത് മാത്രമല്ല വരുന്നത് ക്യാബിനറ്റ് റാങ്ക്, അതായത് 5-ൽ 3 MLA-ക്ക് ഒരു ക്യാബിനറ്റ് റാങ്ക്, എല്ലാവർക്കും പരിഗണന. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു കണക്കാണ്. ഇതിൽ എന്താണ് ഇത്തരം ആദ്യമൊക്കെ ഷാജൻ സ്കറിയ അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്ന ഒരു വാദം പോലും KC വേണുഗോപാലിനും RC-ക്കും മാത്രം അനുകൂലമായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് പോന്നിരുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം അതിന് ശേഷം മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ പറഞ്ഞ ഒരു വാചകത്തോട് എതിർപ്പുള്ളത്, അദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ വിജയത്തിന് ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള ഒരു ആൾ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പാസ് കൊടുക്കാത്തത് ശരിയായില്ല എന്ന് പറഞ്ഞ ഒരു വാക്ക് കേട്ടു. അതിനോട് അദ്ദേഹം പണിയെടുത്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. അദ്ദേഹം ഈ പറയുന്ന പിണറായി സർക്കാരിനെതിരെ മുഖം നോക്കാണ്ട് ആഞ്ഞടിച്ചിട്ടൊക്കെ ഉണ്ട്, കാര്യം ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഈ പുറത്ത് വരുന്ന ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ഈ ക്രിസംഗി എന്നുള്ളൊരു വിളിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് പോലെ തോന്നുന്നു. അദ്ദേഹത്തിനോടുള്ള എല്ലാ റെസ്പെക്റ്റും നിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്. ചില കാര്യങ്ങളിൽ എവിടേക്കോ കൈവിട്ട് പോകുന്ന പോലെ ചില പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ. എന്നാലും TP സെൻകുമാർ തന്നെ നേരിട്ട് ഇതിനൊരു കമൻറ്റുമായിട്ട് വന്നിരിക്കുമ്പോൾ ആളുകൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിന് TP സെൻകുമാറിന് ഒരു മറുപടി അദ്ദേഹം കൊടുത്തതായിട്ട് കാണുന്നുമില്ല. എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്താ പറയുക, ഇപ്പം UDF എടുത്തു കഴിഞ്ഞാൽ ലീഗോ കോൺഗ്രസോ മാത്രമല്ല ഇതിൽ ഘടകകക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. RSP ഉണ്ട്. RSPക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു കൊല്ലത്ത് മാത്രം 3 MPമാർ, പിന്നെ ഒരു സ്വതന്ത്രം അടക്കം 4 MPമാരല്ല MLA-മാർ. കൊല്ലത്ത് 3 MLA-മാരുണ്ട്. അതേപോലെ ഒരു സ്വതന്ത്രം അടക്കം മൊത്തം 4 MLA-മാരുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രാതിനിധ്യം കൊടുക്കണം. അതേപോലെ മറ്റ് ഇതേപോലെ ഘടകകക്ഷികളിൽ കേരള കോൺഗ്രസ് ജോസഫ്, അല്ലെങ്കിൽ മറ്റു വേറെ ഇതേപോലെ സ്വതന്ത്രനായി നിൽക്കുന്ന MLA-മാരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് UDF-ൻ്റെ വലിയൊരു തന്നെയാണ്. അപ്പോൾ അക്കാരണത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരെയും ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത്, എല്ലാ ജാതീയത ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ്. പിന്നെ അതിൽ മറ്റൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഷാജൻ സെക്രട്ടറി പറഞ്ഞല്ലോ UDF ഭരണത്തിൽ കയറാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചു എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇതൊരു സത്യാവസ്ഥയാണെന്നുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മാധ്യമങ്ങൾ എപ്പോഴും സ്വതന്ത്ര നിലപാടെടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്രാവശ്യത്തിൽ മീഡിയ വൺ അടക്കം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് അവർ UDF-ന് വേണ്ടിയിട്ട്. അവർ ഈ ഇലക്ഷന് ശേഷം അവർ പറഞ്ഞത് അവർ വിജയിച്ചു എന്നുള്ള തരത്തിൽ പോസ്റ്റ് അവർ മീഡിയ വൺ ഇട്ടായിരുന്നു. പിന്നീട് അത് വലിയ വിവാദമായി കഴിഞ്ഞപ്പോൾ അവർ ഡിലീറ്റ് ചെയ്തു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഇലക്ഷനിൽ, ഈ ഇലക്ഷനെന്നല്ല, അതിപ്പോൾ കേന്ദ്രത്തിലായാലും നമ്മൾ പറയാറുണ്ട് ഗോദി മീഡിയ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അത് യഥാർത്ഥത്തിൽ സത്യാവസ്ഥയാണ്. മാധ്യമങ്ങൾ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക സർക്കാരിന് വേണ്ടിയെങ്ങാണ്ട് പണിയെടുക്കാറുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനൽ ഏത് ഭാഗത്തോട്ട് അവരുടെ നരേഷൻ പോകുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റും. അതേപോലെ തന്നെ മീഡിയ വണ്ണിൻ്റെ നരേഷൻ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതും കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഷാജൻ സെക്രട്ടറിയുടെ ചാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും എല്ലാ വിഭാഗത്തെയും ഞാൻ ക്രിറ്റിസൈസ് ചെയ്തിട്ട് ഷാജൻ സെക്രട്ടറി പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും എന്താ പറയുക, BJP കടന്നാക്രമിക്കാറുണ്ട്, അതേപോലെ തന്നെ കോൺഗ്രസിനെ കടന്നാക്രമിക്കാറുണ്ട്, ലീഗിനെ കടന്നാക്രമിക്കാറുണ്ട്, LDF-നെ, എല്ലാ സാധനവും ഉണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളൊരു എന്താ പറയുക, ആ ഒരു കൗണ്ടിങ് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പറഞ്ഞ പോലെ BJPക്ക് എതിരായിട്ടുള്ള സാധനം, BJPക്ക് സപ്പോർട്ടായിട്ടുള്ള സാധനമായിരിക്കും വളരെ കൂടുതലായിട്ടുണ്ടാവും. അപ്പം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു സംഖ്യവൽക്കരണം ഷാജൻ സെക്രട്ടറി വല്ലാണ്ട് നടത്തുന്നതായി തോന്നി. മേ ബി ഇതെൻ്റെ തോന്നലായിരിക്കാം. പക്ഷേ ഷാജൻ സെക്രട്ടറിയുടെ ചാനലിൽ കേൾക്കുക എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലക്ക് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഇതാണ്.
ഉറപ്പായിട്ടും ഇവിടെ OG ജനീഷ് ഇഴവനായതുകൊണ്ട് മാത്രം മന്ത്രിയായി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഷാജൻ സ്ക്രയെ പോലെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ കയ്യിൽ നിന്ന് വരാൻ പാടില്ലാത്തതാണ്. അതൊരു വ്യക്തിപരമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തെയും ഒരു സംഘടനാ അനുഭവത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അപമാനിക്കുന്ന ഒരു പ്രസ്താവനയായിട്ടാണ് തോന്നിയത്. ഒരു നേതാവിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു രാഷ്ട്രീയ ജീവിതത്തെ അല്ലെങ്കിൽ അത് ജാതിയിലേക്ക് മാത്രമായിട്ട് ചുരുക്കിക്കൊണ്ട് സംസാരിക്കുന്നത് ശരിയായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ OG ജനീഷിൻ്റെ ഒരു മന്ത്രി പദവിയിലേക്കുള്ള വരവ് പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിലേക്ക് വരുന്നതും അതിനുശേഷം MLA ആവുന്നതും ആദ്യ ഇതിൽ തന്നെ മന്ത്രിയാവുന്നതും ഒരു പെട്ടെന്നുള്ള വരവ് തന്നെയായിരുന്നു. പക്ഷേ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രായം കൂടി നമ്മൾ ഒരുപാട് തവണ മന്ത്രിയായി പഴക്കം വന്നിട്ടൊന്നുമല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് AK ആൻ്റണി വന്നത്. അതുപോലെ അതെ, ഇന്ത്യ പോലെയുള്ള ഇത്രയും ഇതായിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മുടെ ഇത്തരം കാര്യങ്ങൾ മൊത്തം ഇങ്ങനെ അനീതിയായിട്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇത്തരത്തിലൊരു കണക്ക് മുന്നോട്ട് വെക്കുന്നതിനോടൊരു എന്തോ ഒരു ഇഷ്ടക്കുറവ് തോന്നുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് ഈ ജാതിയുടെ മതത്തിൻ്റെ മാത്രം ഒരു ഇത് മാത്രമല്ലല്ലോ. ശരിക്കും അതൊരു പ്രാദേശിക ബാലൻസ്, ഗ്രൂപ്പ് സമവാക്യങ്ങൾ, കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പോൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മന്ത്രിയായില്ല, അല്ലെങ്കിൽ മുസ്ലിം ആയതുകൊണ്ട് മന്ത്രിയായില്ല, ഇഴവനായതുകൊണ്ട് മന്ത്രിയായി, അത്തരത്തിലൊരു പ്രസ്താവന ശരിക്കും ഷാജൻ സ്കറിയെ പോലെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു.